ശരവണ കയറി ഏതാ ചവിട്ടിയാണെന്നോ? ഈശ്വര, ഇത് നോക്കണം കേസ്. എന്റെ ഒരു ബനിയം കണ്ടിട്ട് തിരിച്ചിട്ടതാണ്. ഇനി ഒന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുമോ നോക്ക്. ആയിക്കോട്ടെ, അമ്മ ഇവിടെ ഇരിക്കാട്ടോ. ഈ സാധനം ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഒരു സാധനത്തിന് ഐസ്ക്രീം ഇതിന് ഐസ്ക്രീമാണ് പേരെന്നെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇന്നിപ്പോ ഇത് ഐസ്ക്രീം ആണെന്ന് പോലും ഓർമ്മയില്ല. ഇത് ഐസ്ക്രീം ആണെന്ന് പോലും കഴിച്ചിട്ട് മനസ്സിലാവണില്ല. ഇതൊക്കെ പ്രായമാകുമ്പോൾ അങ്ങനെ മറക്കോ? എനിക്കറിയാൻ പാടില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നൊരു സൺഡേ ആണ്. ഇപ്പോൾ ഇന്നലെ പിസ്സ കഴിച്ച സ്ഥിതിക്ക് ഇന്നിപ്പോൾ നോൺ എന്ത് വേണം എന്നുള്ളൊരു ഡൗട്ടിലാണ്. ചിക്കൻ വേണോ മട്ടൺ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അമ്മും വാവുകുട്ടിയൊക്കെ വരട്ടെ, ഡിസൈഡ് ചെയ്യാം. നമുക്കതിന് മുമ്പ് ദോശ ഉണ്ടാക്കാം. നമ്മുടെ നല്ല ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ മാറ്റിയതല്ലേ. അപ്പോൾ റബ്ബർ ബാൻഡ് വരും, എന്നിട്ട് നമുക്ക് ഡിസ്പ്ലേ എങ്ങനെ ഉണ്ട് നോക്കാം. ഇന്ന് നല്ലൊരു ദിവസമാണ്, ബ്ലൂ സ്കൈ ആണ്. ഇന്നലെ രാത്രി നമ്മൾ ഉണക്കാട്ട തുണികളൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും. നമുക്കൊന്ന് ചെറുപയർ അരക്കാണ്ട്. ചെറുപയർ അരച്ചതൊക്കെ കഴിഞ്ഞു. ഇന്നലെ നമുക്ക് ഇപ്പോൾ ദോശ ചുടാൻ പറ്റുള്ളൂ. കാലിയാണ്, കണ്ടില്ലേ? അരച്ചുണ്ടാക്കട്ടെ. ഓ ബലൂൺ വാല ആത്മീസ്. ഇതോ, ഇത് ഞാൻ ചൂടത്തിടാൻ വേണ്ടിയിട്ട് 1-2 മേടിച്ചതാ. കുറേ 2 ആഴ്ചയായി. ഇത് വീഡിയോയിലുണ്ടായിരുന്നല്ലോ, വ്ളോഗിൽ കണ്ടിട്ടില്ലേ? അത് കിട്ടി. എന്നിട്ട് തെരഞ്ഞു കിട്ടി. ഞാൻ അവിടെ പോന്നിട്ട് തിരിച്ച് പോരണ വഴിക്ക് ഇവിടെ കയറി ശരവണി കയറി. ഏതാ ചവിട്ടിയാണെന്നോ? ഈശ്വര, ഇത് നോക്കണം കേസ്. എന്റെ ഒരു ബനിയം കണ്ടിട്ട് തിരിച്ചിട്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ചവിട്ടി വേണോന്ന് വെക്കപ്പോ എടുക്കാം. നാളെ ഉണ്ടങ്ങനെ ചോദിക്കാൻ. ചവിട്ടി മാതിരി എനിക്ക് ഒരു നൈറ്റി വാങ്ങിക്കണം കേട്ടോ. ചൂടത്ത് എനിക്ക് ഇങ്ങനത്തെ ഒന്നും പറ്റുന്നില്ല. ഇത് ഞാൻ എന്തിനാ ഇട്ടിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കക്ഷം കാണാനേ, ഇത്തിരി കാറ്റും വെളിച്ചം കിടക്കാനേ. പിന്നെ ഇങ്ങനത്തെ വകുപ്പൊന്നും ഇടാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ എങ്ങനെ പുറത്ത് ആൾക്കാർക്ക് കാണില്ലേ ഇങ്ങനെയൊക്കെ? പുറത്തോട്ട് ഇയാളിട്ട് പോണൊന്നുമില്ലല്ലോ, ഇവിടെ അകത്തന്നെയല്ലേ. വ്ളോഗ് എടുക്കുന്നില്ലേ? അതിൽ അറിയില്ലേ? അങ്ങനെ വ്ളോഗ് നമ്മുടെ ആൾക്കാരനല്ലേ കാണുള്ളൂ. വേണ്ട, അതുകൊണ്ട് നൈറ്റ് തന്നെ വാങ്ങിക്കണം. ചൂടൊന്ന് വേദന സമയത്ത് അതിനൊന്നും പോണോ? ഒന്ന് വാങ്ങിക്കണമെന്നുണ്ടോ? 2 നൈറ്റി എങ്കിലും. നൈറ്റീസ് കുറവാണ്. വാങ്ങിക്കാം. ദോശ ഉണ്ടാക്കി തരട്ടെ ചുത്തുമണിക്ക്? ഓക്കെയാണോ? നാണെന്റെ ഫോൺ ഇതായിരിക്കണു. അയ്യോ അങ്ങനെ ഇല്ലടി. ഇന്ന് എപ്പോഴാ കണ്ടത് ചാർജ് ഇല്ലാന്ന്? എപ്പോഴാ ചാർജ് വെച്ച് പറയാന്നില്ലേ? ഹലോ, ഇതെന്താ റോഡാണോ? ഇതെന്താ റോഡാണോ? അടിച്ചോണ്ട് വെക്കുക. പിന്നെ നമ്മളെ ഈ തിളക്കം സിനിമയിലുണ്ടായിരുന്നില്ലേ സലികുമാർ, അളിയോ അളിയാന്ന് പറഞ്ഞിട്ട് അയാൾ മരിച്ചു. അയ്യോ, ഓരോരുത്തർക്ക് പോവാറായ എന്തൊക്കെ അസുഖങ്ങളൊക്കെ വന്ന് അങ്ങനെ പോയതാണ്. മരിച്ചു എന്തായാലും. രാത്രിയാണ് കേട്ടത്. രാത്രിയിലാണ് എല്ലാവരും ആസ്പത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. വേറെ എന്തൊക്കെയാ അസുഖങ്ങളൊക്കെ വന്നിട്ട് ആണ് മരിച്ചത്. അയാളെ കഥ കഴിഞ്ഞു. പഴയ ആളല്ലേ? കഞ്ഞി എടുത്ത് വെക്കൂ എന്നൊക്കെ പറയില്ലേ തിളക്കത്തില്. തിളക്കം. അയ്യോ, അതൊക്കെ എത്ര പ്രാവശ്യം കണ്ടതാണ് ഞാന്. മൂപ്പരാ പോയത്. മൂപ്പര് പോയി. 56 വയസ്സ്. 5-6 ഇത്രയായിട്ടുള്ളൂ. ആൾക്ക് അത്ര ജീവിക്കാനുള്ള പറയില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിലെ ആസ്ഥാന ഷെഫ് ഞാൻ തന്നെ. പച്ചദോശ, വെള്ളദോശ എല്ലാവർക്കും ഞാൻ തന്നെ ഉണ്ടാക്കണം. എല്ലാവർക്കും എൻ്റെ ദോശയാണ് ഇഷ്ടം. അമ്മോനും എൻ്റെ ദോശയാണ് ഇഷ്ടം. ഒന്ന് തുറന്ന് സമ്മതിക്കാനൊരു മടി. കണ്ണെരിഞ്ഞിട്ടാ ഉള്ളി ചമ്മന്തി ആകുമ്പോൾ പിന്നെ കണ്ണരിയാതിരിക്കോ. 9:45 നേരം. എല്ലാവർക്കും ദോശ ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ കഴിക്കാൻ നേരം ആയപ്പോഴേക്ക് 1 നേരമായി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ എല്ലാവരുടെയും ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ദാ ഈ മുതലിൻ്റെ മാത്രം കഴിഞ്ഞിട്ടില്ല. ദേ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട അതാ വേഗം കഴിക്കാനിട്ടല്ലേ വാവ ലാസ്റ്റ് ആയത്. വേഗം കഴിക്കണ്ടേ നമ്മള്?
ആരെങ്കിലും വന്നാൽ അതിൽ ഇഷ്ടമല്ല വന്നിട്ട് എല്ലാം ഫസ്റ്റ് ആയിട്ട് എന്നും നാളല്ലേ ഫസ്റ്റ്. വാവ കഴിക്കാണ്ടല്ലേ? വാവ ടി വി കണ്ടോണ്ടിരിക്കല്ലേ? എത്ര നേരമായി ടി വി കണ്ടോണ്ടിരിക്കണോ കഴിക്കാണ്ട്? ടീ ഓഫ് ചെയ്ത് വാവ കഴിക്കാണ്ടല്ലേ? ടീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തോ. എന്നിട്ട് ഇത് വേഗം കഴിക്ക്. എത്ര നേരമായി? 10 മണിയായല്ലോ. എന്നിട്ട് ഇപ്പഴല്ലേ കഴിച്ച് തീരുന്നുണ്ടോ? എന്നിട്ടും അതിന് അച്ഛൻ ഫസ്റ്റ് ആയി നാളെ അടി ഇട്ട് പൊട്ടിയതാണ്. വലിയ ആളും അച്ഛനെ വടിയെടുത്ത പൊട്ടിക്കത്ര. എപ്പോഴും വന്നിട്ട് എപ്പോഴും നാളെ സെക്കൻഡ് അല്ല, അച്ഛൻ മാത്രം ഫസ്റ്റ് അല്ല. അമ്മൂന് എന്തെങ്കിലും കഴിക്കാണ്ടാക്കി കൊടുക്കട്ടെ. കർമുറ തിന്നാനുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ ചോദിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയത് കഴിച്ചിട്ടുണ്ട്. പിന്നെ ബേക്കറി വാങ്ങുന്നതിനെക്കാട്ടും ഭേദം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ. നമ്മളെടുത്തുണ്ടായിരുന്നല്ലോ പാനിപ്പൂരി പോലെയുള്ള പപ്പടം പോലെ കിട്ടുന്ന സാധനം, അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം, നല്ല രസമുണ്ടാവും. വാവക്കുട്ടിക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് മാങ്ങ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മാങ്ങ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് കറക്റ്റായിട്ട് പോകും, നല്ല അടിപൊളിയായിട്ട് പോകും. അല്ലെങ്കിൽ അവൾക്ക് മരുന്ന് കൊടുത്താൽ മാത്രമേ അപ്പി പോവുള്ളൂ. മാങ്ങ കഴിക്കുക. അടുപ്പ് കഴിഞ്ഞാണ് കുറച്ച് കാപ്പി ഉണ്ടാകും. അടുപ്പിൽ ഞാൻ എന്തായാലും അവിടെ ഒന്നുമില്ല. 2 കുപ്പിയിലുണ്ട്, വെള്ളമാക്കി തരുമോ? അല്ല, ചൂടുണ്ടാവും. ചൂടൊക്കെ മാറിയിട്ടുണ്ടാവില്ല, ഇന്നലെ ഇറക്കി വെച്ചതല്ലേ. നോക്കട്ടെ. 2 കുപ്പി വെള്ളം റെഡിയാക്കി തരും. നിങ്ങൾ ദോശ കഴിച്ചോ? ഇല്ലേ, എന്താ കഴിക്കാത്ത? 10 ആയല്ലോ. എനിക്ക് വെള്ളം വാങ്ങാൻ കുടിക്കാം. അതിന് കാപ്പി ഉണ്ടാക്കാൻ ശർക്കര ഉണ്ടോ? എന്താ പഞ്ചാര എടുക്കാം. എന്നാ കഴിക്കാൻ നോക്കി. നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? എണീക്ക്. എനിക്ക് വയ്യ, അതാണ് തീരെ വയ്യ. അപ്പോൾ എന്താ വേണ്ടേ? ദോശയും ചട്നിയും എന്താ തന്നു? ഇനി എന്താ കാപ്പി ഉണ്ടാക്കി തരണോ? അത് ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്നാ എണീക്ക്. ഇവിടെ ഇങ്ങനെ കിടന്നങ്ങനെ ശരിയാവുക. ഉണക്കമീനുണ്ട് വറക്കാനെന്ന്. ഉച്ചക്ക് വറക്കണോ? ഉണക്കമീനുണ്ടോ? ഉണ്ടെങ്കിൽ വറക്കായിരുന്നു. മുട്ട ഫ്രൈ ചെയ്യുന്നുണ്ട്, ഉണക്കലും കൂടി ആവട്ടെ. ട്രെയിൻ വെച്ചിരുന്നില്ലേ? ട്രെയിനിൻ്റെ കൊട്ട അവിടെ. എവിടെയാണോ ട്രെയിൻ വെച്ച കൊട്ട. അച്ഛനറിയില്ലല്ലോ ഇതൊക്കെ എവിടെ ഇരിക്കണത്. അച്ഛൻ കുറേ ദിവസമായിട്ട് ഇതൊന്നും കാണാറില്ലല്ലോ. മാവ എടുക്കുമ്പോൾ അച്ഛൻ ഇത് കാണണേ. നായ കടിക്കുന്ന നായ അത് വേണം. അച്ഛനെ വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ലല്ലേ? അച്ഛൻ വർക്ക് ചെയ്യാൻ നോക്കുമ്പോ സമ്മതിക്കില്ലല്ലേ? ഏത് നായനെയാണ്? ഓ നമ്മുടെ വായന ചീത്തയാക്കേണ്ടി വരും. ഒക്കെ പാടെ താഴത്തിട്ടാ. അച്ഛാ കുറച്ച് തരാം. ഒക്കെ പാടെ നിലത്തിടണോ? ഒക്കെ അടുത്ത് താഴത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇരുന്ന് കളിക്കട്ടെ. നാളെ സ്കൂളിൽ പോകാനുള്ളതാണ് വാവക്കുട്ടിക്ക്. ഇരുന്ന് കളിക്ക്. മുട്ട മസാല അമ്മ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. മുട്ട മസാല. പിന്നെ നമുക്ക് അച്ചാറുണ്ട്. എന്തൊരു മീനിന്റെ മണം വന്നിരുന്നല്ലോ. മീൻ വറുത്തത് റെഡി. റെഡി. എടുക്കണ്ട, സാമ്പാറുണ്ട്, തൈരുണ്ട്. ഓക്കെ. ഇയാളുണ്ടാക്കിയ എഗ് മസാല ഇല്ലേ, നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. പൊളി ടേസ്റ്റാ. എന്താണോ കുറെ നാളായി ഇങ്ങനെ എല്ലാരും കൂടി ഫാമിലി ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരു കഴിക്കല് കണ്ടിട്ട്. എത്രയായി? 1.5 മാസമായി. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നല്ല സന്തോഷം പറയാം. എന്തിട്ടുണ്ടോന്നോ? നിങ്ങൾക്ക് എളുപ്പല്ലേ, നിങ്ങൾക്ക് പല്ലില്ലാണ്ട് കടിച്ച് തിന്നാലോ ഈസി ആയിട്ട്. സ്രാവ് എങ്ങനെ നിങ്ങള് കഴിക്കണേ? അതെങ്ങനെ പോലും കണ്ടോ? ഇപ്പൊ അധികമായിട്ടില്ലല്ലോ. അതുകൊണ്ട് കൈ കൊണ്ടെടുക്കാല്ലേ കണ്ടു പോരുന്നേ. ഇനി മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ല. വാക്കുട്ടിയുടെ ബുക്ക് മൊത്തം പൊതിഞ്ഞുണ്ടാക്കാനുണ്ട്. ഇതേണ്ടി ഇത്രയും ബുക്സ് പൊതിയാണ്ട്. ഇത്രേ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൂ. നാളെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ വാവക്കുട്ടിക്ക് ബുക്ക് സബ്മിറ്റ് ചെയ്യണം. തിങ്കളാഴ്ചയാണല്ലോ. നാളെ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടൈമിൽ അവർ വേണ്ട അളവിൽ ബുക്ക് എടുത്തിട്ട് ടീച്ചർമാർ കുട്ടികൾക്ക് കൊടുത്തോളും. ഇവിടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മിസ്സാവുമെന്ന് അവർക്ക് അറിയേ.
അങ്ങനെ ഏകദേശം പകുതിയോളം പൊതിഞ്ഞ് കഴിഞ്ഞു. ഇനി ബാക്കി പകുതിയും കൂടി ഉണ്ട്. വാവക്കുട്ടിയുടെ ചെയറിൽ ഇരുന്നിട്ടാണ് നമ്മളെ പൊതിച്ചൽ പരിപാടിയൊക്കെ. ഫുള്ള് ബുക്കും പൊതിഞ്ഞ് കഴിഞ്ഞു. നെയിം സ്ലിപ്പ് ഒട്ടിച്ചു, ഗമ്മിട്ട് ഒട്ടിച്ചു മൊത്തത്തിൽ. ഇനിയിപ്പോൾ അതൊന്ന് സെറ്റ് ആക്കണമല്ലേ വെയിറ്റ് വെച്ചിട്ട്. അതിനൊരു ഡമ്പല് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ ഇത് മൊത്തം സ്കൂളിൽ കൊണ്ട് കൊടുക്കണം എന്നാണ് അമ്മ പറഞ്ഞത്. പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ബാക്കി പത്രമാണ് ഈ കിടക്കണതൊക്കെ. ചപ്പും ചവറും ഇതൊക്കെ ഒന്ന് പെറുക്കിയെടുത്ത് കളയണം. അപ്പം ഊരൊടിഞ്ഞ് കിട്ടിയിട്ടോ. മതിയായി ഒറ്റയടിക്ക് മൊത്തം തീർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്തൊക്കെ ഉദ്ദേശം? വേഗം കഴിച്ചിട്ടേ പച്ചക്കറി വാങ്ങിക്കാൻ പോവാ കേട്ടോ. 7 മണിക്കാ? ഞാനെന്താ വെച്ചാ കുട്ടി ഇപ്പോഴാണ് നീട്ടിപ്പോഴല്ലേ കഴിച്ചത്. വേഗം കഴിക്കൂ. പച്ചക്കറി വാങ്ങാൻ പോണത്ര പച്ചക്കറി ഞാനും വരും. അവളെയും കൊണ്ടുപോവാം. നാളെ കൊടുത്തയക്കാൻ പഴം ഒന്നുമില്ല, എല്ലാം വാങ്ങിക്കണം. വേഗം ആവട്ടെ. ഈശ്വര 7 മണിക്കോ? ഞങ്ങള് പച്ചക്കറി പഴമൊക്കെ മേടിച്ചുകൊണ്ട് വരാം. വേഗം എന്നാലേ നേരെ വഴിക്കല്ല. കുഞ്ഞുങ്ങൾക്ക് നാളേക്ക് കൊണ്ടുപോകാനൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ നാളെ വെക്കണമെങ്കിൽ. മാത്രമല്ല രാവിലെ പോകുന്നത് ഭയങ്കര വെയിലായതുകൊണ്ട് എനിക്കും വയ്യായ്മയുണ്ട് ഈ വെയിലത്ത് മാർക്കറ്റിൽ പോയിട്ട് കറങ്ങി വരാൻ. അപ്പോൾ രാത്രിയാകുമ്പോൾ ആ വെയിലിൻ്റെ ശല്യമില്ലല്ലോ. ഇത്തിരി ആശ്വാസമായിട്ട് പോകാൻ വെച്ചിട്ടാണ് ഈ നേരത്തെ പോകണം. എല്ലാവരും വരുന്നുണ്ട്, അതെ രസേ. വാക്കുട്ടി അമ്മ ഒക്കെ പിന്നാലെ കയറി പോരുന്നുണ്ട് പച്ചക്കറി വാങ്ങാൻ. ഇനി കണ്ടിട്ട് എന്താന്ന് ചോദിക്കാൻ നിൽക്കണ്ട. നേരം വൈകിയാലും ഓക്കെ. എന്താ കുട്ടികളെ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? എന്നിട്ടാ പതിരിക്കുന്നത് എന്താ ഇറങ്ങിയിരിക്കുക? ഈ പറയും ഇതാ ഈ മുതലൊക്കെ എന്തിനാണ്? ഹലോ ആളോ ബാബി എങ്ക പോനെ? ഏതൊക്കെ പോനെ? ഹലോ ഫ്രൂട്ട്സ് വാങ്ങിക്കണ്ടേ? ഓ ഡിഷ് വാങ്ങിക്കണ്ടേ? ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം വാങ്ങിക്കണേ. കറങ്ങാൻ ഇറങ്ങിയിരിക്കണ്ടേ രണ്ടും കൂടി വെയിലൊക്കെ. പോയി വരൂ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ ഞാൻ ഇതാവുമല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. എനിക്കിവിടെ പറഞ്ഞ ഒന്നുമില്ല. ഒന്ന് വിട്ടാ മതി. ഞാൻ ലിസ്റ്റ് അയച്ചാൽ അഞ്ഞൊന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുമോ നോക്ക്. ഇനി വിഡ്രോ ചെയ്യാൻ പറ്റുമോ നോക്ക്. ആയിക്കോട്ടെ. വാവേ അമ്മ ഇവിടെ ഇരിക്കാട്ടോ. ഒന്ന് കാണട്ടെ. അച്ഛനെ കൂടെ പോയിട്ട് വാ. രണ്ടും കറങ്ങിറങ്ങിയിരിക്കേ. നട്ടപ്പതിർക്ക് ചൂടില്ലല്ലോ, അതാണ് സംഭവം. നമ്മൾ മാത്രമല്ല അപ്പുറത്തെ വീട്ടുകാരും പുറത്ത് കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. വൈഫും കുട്ടിയും ഹസ്ബൻഡും കൂടി പോണുണ്ട്. ഇതേണ്ടേ ഈ വീട്ടിലത്തെ ഇപ്പണ്ട് ഇറങ്ങി പോയിട്ടേ ഉള്ളൂ. എല്ലാരും രാത്രി ഇറങ്ങണത് കറങ്ങാൻ. ഇപ്പോഴല്ലേ ചൂടിനൊരു ആശ്വാസം ഉള്ളത്. അങ്ങനെ ഞങ്ങള് 9:10 ഇതാ തിരിച്ച് വീട്ടിലെത്തി. വാവയ്ക്കുള്ള ഐസ്ക്രീം എവിടെ? പഴം എവിടെ? പഴം ഉണ്ട്. ഐസ്ക്രീം എവിടെ പോയി ചോത്തന്റെ? ഐസ്ക്രീം കവറെടുത്താ? കവർ പിടി. വാവ ദോശ കഴിച്ചിട്ടല്ലേ കഴിക്കണത്? കുറച്ച് കഴിക്കാം. അയ്യോ ദോശ ഇവിടുന്ന് കഴിച്ചിട്ട് പോവാ. ആ പണി കഴിയും. ദോശ കഴിക്കണ്ടേ? വൈകിട്ട് 4 വട്ടം കൊണ്ട് കുറച്ച് പ്ലീസ്. തരാം. കഴിക്കണ്ടല്ലേ കൊണ്ടുവന്ന. അല്ലാണ്ട് അച്ഛനാ നിങ്ങൾക്ക് ഐസ്ക്രീം റിലേഷൻ തരട്ടെ? ഇച്ചിരി വലിയൊരു ഡബ്ബ കൊണ്ടുവന്നിട്ടുണ്ടേ. ഐസ്ക്രീം ഐസ്ക്രീം കൊണ്ട് തിന്നില്ലേ? തരാട്ടാ. ഐസ്ക്രീമാണ് വലിയൊരു ഡബ്ബ ഉണ്ട്. കഴിച്ചോ? കഴിച്ചോ? വലിയൊരു ഡബ്ബ ഉണ്ട്. വേണ്ട, എനിക്ക് വേണ്ടായിട്ടാണ്. തിന്നാൻ ഇഷ്ടമല്ല. വേണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടാവുന്ന എഴുതിയിട്ടില്ല കൊണ്ടുവന്നു. നിങ്ങൾ പണ്ട് കഴിച്ചിരുന്നല്ലേ സാധനം? ഏത് കാലത്താണ് ഓർമ്മയില്ലേ? ഈ സാധനം ഓർമ്മ ഉണ്ട്? അങ്ങനെ ഒരു സാധനത്തിന് ഐസ്ക്രീം എന്താ ചോദിക്കാനാ? ഇതിന് ഐസ്ക്രീമാണ് പേരെന്നെങ്കിലും ഓർമ്മ ഉണ്ടോ? എന്താ അങ്ങനെയൊക്കെ? അങ്ങനെയൊക്കെയാണ് ഇപ്പൊ. അമ്മയ്ക്ക് പണ്ട് ഐസ്ക്രീം ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്നിപ്പോ ഇത് ഐസ്ക്രീം ആണെന്ന് പോലും ഓർമ്മയില്ല. അങ്ങനത്തെ അവസ്ഥയിലായിരിക്കണേ. ഇത് ഐസ്ക്രീം ആണെന്ന് പോലും കഴിച്ചിട്ട് മനസ്സിലാവണില്ല. ആള് മറന്നു പോയിരിക്കുന്ന സംഭവങ്ങളൊക്കെ. ഇതൊക്കെ പ്രായമാകുമ്പോൾ അങ്ങനെ മറക്കുമോ? എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരുന്നു ഐസ്ക്രീം. അത് ഞാനും പറയണത്. വേണ്ട അപ്പൊ വേണ്ടാഞ്ഞിട്ടാണ്. വേണമെങ്കിൽ എന്താ കഴിച്ചോ? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളിപ്പോ വേണ്ടാ തോന്നുന്നു. എനിക്കിപ്പോ വേണ്ട തോന്നാണ്. ജീവനായിരുന്നല്ലോ ഒരു കാലത്ത് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ. എന്നിട്ട് വാങ്ങിക്കൊണ്ട് പോടാ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മറന്നോ? ഒന്നും ഓർമ്മയില്ല. ഐസ്ക്രീം കഴിക്കാണ്. ഐസ്ക്രീം കഴിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു.
ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരാൾക്ക് വീണ്ടും കാണാം. ബൈ.